ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും തീയൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കോവയ്ക്ക തീയലാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ കോവയ്ക്ക ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും കൂടെ എടുക്കണം. അതുപോലെ തന്നെ ചുവന്നുള്ളി 2ആയിട്ട് കീറിയാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതും കീറി വെച്ചിട്ടുണ്ട്. സവാള ചേർത്ത് ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ ചുവന്നുള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് തീയലിന്. പാൻ ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല, 2ആയിട്ട് കീറി ഇട്ടാൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ നമുക്ക് ഇനിയും വേണ്ടത് വറുത്തരയ്ക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങ. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കാനായിട്ട് വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്, അത് പിഴിഞ്ഞൊഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ച് ഒഴിക്കണം, പുളി അരിച്ചൊഴിക്കണം. പുളി അരിച്ചൊഴിച്ചില്ലെങ്കിൽ ഇതിൽ അഴുക്കൊക്കെ കിടക്കും. നമ്മളതുകൊണ്ട് എപ്പോഴും അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചുകൂടെ വെന്ത് വരണം. അപ്പോൾ ഇത് വേവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇരുന്നൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇത് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഇത് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ. അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഒന്നായി വരുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇളക്കിയിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പും കൂടെ വേണം, അല്ലെങ്കിൽ അത് തേങ്ങയിൽ ഉപ്പ് പിടിക്കത്തില്ല. അപ്പോൾ ഇപ്പം ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം നന്നായി ഒന്ന് വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരപ്പിൻ്റെ വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇനി നമുക്കിതിൽ താളിച്ചെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കടുക്, കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ വഴറ്റിയിട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണിത്, തീയലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.